ഇന്ന് കട്ടപ്പനയ്ക്കടുത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടു. ഒരച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നവർ പലിശയ്ക്ക് പണം എടുത്തിരുന്നു, ഓട്ടോ വാങ്ങാനോ മറ്റോ. 3-4 തവണ അടവുകൾ മുടങ്ങിക്കഴിഞ്ഞപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ബാങ്ക് അധികൃതർ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭീഷണി താങ്ങാൻ കഴിയാതെയാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർക്കഥകളാകുകയാണ്. മാതാപിതാക്കൾ അത്തരം കടുംകൈ ചെയ്യുമ്പോൾ അതിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ബലിയാടുകളാക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഏറ്റുമാനൂരിൽ ട്രെയിനിന് ചുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരമ്മയും 2 പെൺമക്കളെ ഓർമ്മയില്ലേ? ഇത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുന്ന സംഭവം ആവർത്തിക്കപ്പെടുന്നു. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം ഇങ്ങനെയൊരു അവസ്ഥ അവരിൽ എത്തിച്ചേരുമ്പോൾ അവരെയൊന്നും മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ലല്ലോ എന്നുള്ള സങ്കടം വളരെ വലുതാണ്. ഇത്തരം വാർത്തകൾ വരുന്ന പത്രത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ന്യൂസിൻ്റെ താഴെ ഒരു വാർത്ത നമ്മൾ കാണാറുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, വിശദ വിവരങ്ങൾക്ക് സഹായത്തിന് വിളിക്കൂ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കുന്നത് കാണാം. ഇത് ചെയ്തതിന് ശേഷം ഈ നമ്പർ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക വേദനകളും ബുദ്ധിമുട്ടുകളും എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ, അവനുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കുറച്ചെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊന്നും ഒരിക്കലും അത് ചെയ്യില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ തകർന്നു പോയതാണ് ഇതിനൊക്കെ ഒരു വലിയ കാരണം. ഒരു മനുഷ്യൻ എത്ര സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോയാലും അവനെ മനസ്സിലാക്കാനോ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവനാരുമില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നവർ വലിയ തോതിൽ പണം കടമെടുക്കുന്നു. ഇന്ന് പണമെടുക്കാൻ ധാരാളം ആപ്പുകളൊക്കെ സർവ്വസാധാരണമാണ്. ഇത്തരം ആപ്പുകൾ മുഖേനയൊക്കെ പണം കടമെടുക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ അവരുടെ കുരുക്കിൽപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരം കുരുക്കിൽ നിന്ന് പെട്ടെന്ന് തലയൂരാൻ പറ്റുകയുമില്ല. അപ്പോൾ പിന്നെ അവസാനം അവരുടെ ഭീഷണിക്ക് വഴങ്ങി ജീവൻ കളയുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിനൊന്നും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാരിനോ മറ്റ് സംഘടനകൾക്കോ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുദിനം എന്നോണം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ കുറേ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത് വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക്